ഹലോ ഗായ്സ്, അപ്പോൾ വീട്ടിൽ വളർത്തുന്ന താറാവിൻ്റെ 5 മുട്ട കിട്ടി കേട്ടോ. 5 മുട്ട കിട്ടിയവട് നോമ്പ് തുറന്നിട്ട് വേണം ബുൾസൈ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന ഒരുവിധം സമയമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് 2 മുട്ട എടുത്തിട്ട് ബുൾസൈ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ബുൾസൈ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ ഒലിവ് തൊട്ടടുത്തന്നെ മുട്ട വേണം എന്ന് പറഞ്ഞിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യട്ടെ, കുറേ ഞാനാണല്ലോ ആഗ്രഹിച്ചുണ്ടാക്കിയത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ 2 പീസ് എടുത്ത് ഇങ്ങനെ കഴിച്ചുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഒലിവ് അർജൻറ്റ് കൂട്ടിയിട്ടോ എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവൻ ആ ഒരു ഇതിലങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ ഒലിവിൻ്റെ ഫേവറേറ്റ് വന്നിട്ട് മുട്ടയാണ്. അപ്പോൾ അവൻ എന്ത് മുട്ടയായാലും കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ദിക്രുവിനെയും ബേബിനെയും കൂടി വിളിച്ചു വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരും കഴിച്ചു. അങ്ങനെ എന്തായാലും എൻ്റെ വയറും എൻ്റെ ആഗ്രഹവും നിറഞ്ഞു. പക്ഷെ കുട്ടികൾ കഴിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ വയറും എൻ്റെ ആഗ്രഹവും സാധിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്താണ് എന്ന് വിചാരിച്ചപ്പോഴാണ് ജ്യൂസ് ഉണ്ടാക്കിയാലോ, ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇപ്പോൾ നോമ്പൊക്കെ അല്ല, ഒന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കൃഷിപ്പണിയൊക്കെ ആയിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടന്നപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ച് എന്തായാലും ഹെൽത്തി ഡ്രിങ്കും 2 സൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തായാലും 2 ബെനിഫിറ്റ്സ് ഉള്ള കാരണം എന്തായാലും നമുക്കത് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനിതാ ജ്യൂസിനുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തു, എല്ലാം കട്ട് ചെയ്തു, മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കേട്ടോ. എന്നിട്ടിതാ ഞാനൊരു ജാറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കുടിച്ചു. അതിൽ ഞാൻ കുറച്ചെടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഒലിവ് നോക്കി നിൽപ്പുണ്ട്. എന്താണ് ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, എനിക്കും വേണം എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ഒലിവിന് ഈ ജ്യൂസ് കൊടുത്താലുള്ള എക്സ്പ്രഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. അങ്ങനെ നാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇത് ഒഴിച്ച് കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലഡ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബീറ്റ്റൂട്ട് മാത്രമേ ജ്യൂസ് അടിച്ച് കുടിക്കാറുള്ളൂ. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇതെല്ലാം മിക്സ് ചെയ്ത് ആദ്യമായിട്ടാട്ടോ. അങ്ങനെ കുടിച്ച് നോക്കി കുഴപ്പമില്ല, നമുക്ക് കണ്ണുമടച്ച് കുടിക്കാം. അങ്ങനെ ഒലിവിന് വേണമെന്നുണ്ട് ഒലിവിന് കൊടുത്തു കേട്ടോ. ഒലിവിന് കൊടുത്ത് അവൻ കുറച്ച് കുടിച്ചപ്പോൾ പറയാം നോ എന്ന് പറഞ്ഞ് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്